ഹലോ മച്ചന്മാർ, അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ അവസാനിപ്പിച്ചപ്പോഴായിരുന്നു നമ്മൾ ഇത്രയും പേരുണ്ട്. ഞാനിവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. നിങ്ങൾ എങ്ങോട്ടൊക്കെ നോക്കപ്പോ ഇവന്മാരെ കൊണ്ട് ശല്യം. ഇവന്മാർ നമ്മളോട് പറയാതെ തന്നെ പോകും. ഇവിടെ വലുതായിട്ടൊന്നും ഇല്ല. എല്ലാവരും ദയവായി വണ്ടി കയറും. അവിടെ ചൊണ്ണാളെ വണ്ടി കയറാ. ഇവന്മാരങ്ങനെ കയറിക്കും. ഓക്കെ, നോക്കുന്നുണ്ടോ എല്ലാവരും ഇപ്പം കഴിച്ചിട്ട് നമ്മളിതേ കറങ്ങാൻ കറങ്ങിട്ടുണ്ട്. ഇവിടെ ഇതിങ്ങനെ ഉണ്ട്. ഉമ്മമാരൊക്കെ വണ്ടിയിൽ നിറക്കാൻ ഭയങ്കര ഇടിച്ചിടിച്ചു. അവനിടിച്ച് ആ സ്റ്റാറും വീണ്. ഇത് നമ്മുടെ പണ്ടത്തൊരു ബേസാണ്. ഇവിടെ പണ്ട് ഭയങ്കര ഫാക്ടറിയൊക്കെ ആയിരുന്നു പറയുന്നത്. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ആർക്കും ഇറങ്ങണമെന്നില്ല. പിന്നെ നമ്മളുടെ പണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ സിറ്റിയിൽ നമ്മൾ പണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ ടാങ്കില്ലേ, അതിന് ക്ലീൻ ചെയ്യുന്ന പണിയായിരുന്നു എനിക്ക്. സത്യം ഇടും അതിന് മണ്ടൊക്കെ കുറഞ്ഞു വന്നതുപോലെ വരുന്നുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വഴിക്കുണ്ട്. അവിടെ വണ്ടി ഇടിച്ചു. ഈ വണ്ടിക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് ഗൈസ്. നമ്മളെ ഇറങ്ങുള്ളൂ, ബാക്കി ആരും ഇറങ്ങില്ല. ഞാൻ ഇറങ്ങണേ. ഞാൻ മനസ്സിച്ചു. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥലം. ഇവിടെ ഒരു വണ്ടി ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നത്. നമുക്ക് ഫോൺ എടുത്തിട്ട് കാര്യം ചെയ്യാനുണ്ടായിരുന്നല്ലോ. ഒരു ഓൾഡ് മോഡൽ സ്പ്ലെൻഡർ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ മണ്ടല്ലോ. ഇവിടെ കണ്ടായിരുന്നു. നമുക്കൊന്നും അടിച്ചിട്ടുണ്ട്. കോളടിക്കില്ലല്ലോ വിളിച്ചിട്ട്. അതെ, 2 കിട്ടി. നമുക്ക് ഈ ബൈക്കിൽ ഇവിടെ ഇങ്ങനെ ഇതൊരു പലരും ഇവിടെ റാമ്പ് പോലെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾക്ക് വേണ്ട ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. നേരത്തെ ഇതിങ്ങനെയല്ലായിരുന്നു. ഇവിടെ ഈ കമ്പില്ലായിരുന്നു. ഇവിടെ കാണുമെന്ന് പറഞ്ഞാൽ കൂടുതൽ ഇതൊക്കെയാണ് കണ്ടെയ്നർ. ഈ കണ്ടെയ്നർ വർക്കായിരുന്നു ഞാൻ. കണ്ടെയ്നർ ക്ലീനിങ്. ഇവിടുത്തെ ഒരു ക്ലീനറായിരുന്നു ഞങ്ങൾ. ഈ കമ്പൗണ്ടർ കണ്ടോ, ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ള. ഇതൊന്നും ഒരു മാറ്റമല്ല ഗൈസ്. ഞാൻ ആദ്യം വന്നപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഇതിൻ്റെ ബോസ് ഉണ്ട്. ഇവിടെ മോനെ സുമേഷ് എന്നെയോ അല്ല, പിന്നെ സുമേഷ് ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ സാറിൻ്റെ പൂരിക്കാരനൊന്നല്ല. ഞാനിപ്പോൾ വലിയ ഡോടാ. അതൊക്കെ ഞാൻ അറിഞ്ഞു. പോലീസിനെ കൊന്നേ ഞാനല്ല. അവനെ കൊന്നേ പറയണമെന്ന് ഒടിച്ചൂരി ഞാൻ കിടന്നു. സുമേഷോ ഓക്കെ. നമ്മുടെ ഗ്രാൻമിയില്ലേ, ഗ്രാൻഡി ലമ്മച്ചിക്ക് വേണ്ടി നമ്മളൊരു വണ്ടിയൊക്കെ മേടിച്ചിരുന്നു. ലമ്മച്ചി ഇവിടെ എവിടെയെങ്കിലും കാണുന്ന പറഞ്ഞു. ഈയിടെ നമ്മുടെ വീട്ടിൽ വന്നായിരുന്നു. എൻ്റെ വീഡിയോ ഇച്ചിരി സ്ലൈസ് ആയിപ്പോയി. അവിടെ അതിലായിട്ട് കാണാനൊന്നുമില്ല. നമ്മളിങ്ങോട്ട് വരും. ഒരു കുഞ്ഞു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വീഡിയോ അങ്ങോട്ട് ഇതാണോ അവിടെ സ്മോൾ പ്രോബ്ലമാണ്. ഇവിടെ വെച്ച് ഇവിടെ എന്നാ വന്ന് നിർത്തി വെച്ചേ. ഞാൻ ഇവന്മാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പോലീസ് വേറെയാണ്. ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് പോലെ മിസ്റ്റീരിയസ് പ്ലേസ്. ഇങ്ങോട്ട് വലിയ ദൂരമൊന്നുമില്ല. കണ്ടുപിടിച്ച് പോലെ നല്ലത്. കാണുന്നേ എവിടെ പിടിച്ചു പോകണമെങ്കിൽ നമുക്ക് അവിടെ ഒരു മൃഗത്തിനെയും കിട്ടും. ഇന്ന് മാർക്കറ്റ് പുതിയതോ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്.
ആ ഇവിടെ വെച്ചാണ് നമ്മൾ മൂച്ച കുത്തി ഇവിടെ കാടിൽ കൂടെ പോവാം. ഇത് ഭയങ്കര ആക്സിഡൻ്റ് ആണ്. കൺഫ്യൂഷൻ. ഇവിടെ കൂടെ മരത്തിൽ കൂടെ ഒക്കെ വണ്ടി പിടിക്കാൻ എനിക്കൊരു ലൈക്ക് സബ്സ്ക്രൈബ് ലൈക്ക് സബ്സ്ക്രൈബ്. സാറൊരു പാട്ട് കൊടുത്തേ. വേണ്ട സാറേ, ആ പഴയ പറ്റിയും വേണ്ട. അപ്പം നമ്മൾ ഇവിടെ പോകാൻ പോണേ ശ്രീ ഗുരുപത്മനാഭം ചിരു പാടിയ സാറേ സ്ഥലം എത്തി. സാറല്ല, ഞാൻ കുറച്ചായിട്ട് പാടിക്കണം. മൂവി ഇവിടെ ഇറങ്ങാതിരിക്കണേ നല്ലത്. ഇറങ്ങണമെന്ന് എനിക്ക് വലിയ ഇതൊന്നുമില്ല. ഇവിടെ സിംഗം ഒരു സിംഗം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് ഇറങ്ങിയിട്ട് നമ്മളെ കുറിച്ചാണല്ലോ. സിംഗത്തിനെ കണ്ടാൽ എന്നെ നോക്കണ്ട, എല്ലാവരും ഇറങ്ങി ഓടിക്കോ. എനിക്ക് വീട് കാണുമ്പോൾ പേടിയാ. സത്യം പറഞ്ഞു, ഈ വീട് കാണുമ്പോൾ എനിക്ക് പലതും ഓർമ്മ വരും. എവിടെയാടാ? എവിടെ ഉണ്ട് സിംഗ? എവിടെയാടാ? നമ്മൾ സിംഗത്തിനെ കണ്ടിരുന്നു പോത്തുള്ളൂ. നമുക്ക് ഇതൊക്കെ മതി. നമ്മൾ സിംഗത്തിനെ കണ്ടു. ഇവിടെ ഈ കാട്ടു സിംഗം മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുന്തോണ്ടോ ഇല്ല. കൂന്ത്രണ്ടെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇവിടെ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേറെ കാട്ടിലേക്ക് പോകണം. സിംഗത്തൻ നമ്മുടെ കാട്ടിൽ ഇപ്പോൾ ഇതൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്തായിട്ട് പോനെ നമുക്ക് ഈ പാർക്കിലൊന്ന് പോയാലോ? എന്നിട്ട് എന്നിട്ടില്ല അതിൽ പാർക്ക്. ഇവിടെ ഒരുപാട് സിംഗം ഉണ്ട് തന്നെ. കൊണ്ടിട്ടുണ്ട്. നമുക്ക് തിരിച്ചു തരാം. നമുക്ക് കുറച്ച് പൊളിറ്റിക്കൽ റൂൾസ് ഉണ്ട്. അപ്പം അങ്ങനെ സിംഗത്തിന് പിടിക്കാൻ പറ്റില്ല. കഞ്ഞിയും പയറും കുടിക്കാൻ ക്ലാസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്ത്. എൻ്റെ പോലെ ഇതിനകത്ത് അകത്തുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അകത്ത് ഒരുപാട് പേരുമുണ്ട്. നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഫോട്ടോ ഇടുന്നു. പണ്ട് സഹസം കഴിഞ്ഞതുന്ന സരമായ ബബാനുള്ളിൽ കഥകുനോ നമ്മളായി അത് പോയി വിറക് പറക്കിടും. എൻ്റെ പോന്ന് സാറ് ഞാൻ പാടാട്ടെ. ഓക്കെ സുമേഷ്, എന്നെ കാണുന്നല്ലോ പാട്ട് പാടും. ആ ഒന്ന് പോടിക്കൊണ്ടിച്ചോളൂ സുമേഷ. റെഡി 1 2 3 സ്റ്റാർട്ട്. മരണം പരിമുരുന്നോർക്കുക മർത്യാനെ കർണാടകളും അയ്യോ പൊട്ടിപ്പോകൂടാ. അയ്യോ പാട്ട് പാടിപ്പോ പേടി സാറേ, സോറി. എനിക്ക് പാട്ട് പാടിപ്പോ മരണമല്ല. ടൂടൂടൂടു മരണം വരുമൊരുന്ന ഓർക്കുക മർത്യാനെ കർണാടകളും പൊട്ടിപ്പോയാട്ടാ. കർണാടകളും പൊട്ടിപ്പോയാട്ടാ. നീ പുതുജന്മം നേടുമ്പോൾ വരണമല്ലോ എന്നെ കാണാല്. പുതുജന്മം നേടിയാൽ നിന്റെ മുഖത്ത് കാക്കിത്തുകൂടാ. നീ ഒരു വാഴ ഭയങ്കര ശൂജ, ചത്തുപോയത് തൊല്ല, കൊടുക്കത്തെ ഭയങ്കര തല്ല, എന്നെ തല്ലിക്കൊന്ന് നീ ഒരു പന്ന. പോലീസ് എൻ്റെ പുറകിൽ, നീ എൻ്റെ മുമ്പിൽ, എന്ത് ചെയ്യാൻ തൊല്ല. എൻ്റെ പൊന്നെ ഗൂഗിൾ മാപ്പൊന്നും പറയണ കേൾക്കല്ലേ. ഇവിടുത്തെ ഗൂഗിൾ മാപ്പൊക്കെ വൈഫൈ വിളിച്ച് പോയതാണ്. എൻ്റെ പൊന്നെ വൈഫൈ കടിച്ചിട്ട് പോമാർ ഇവിടെ ഓട്ടോ മത്സരം വെക്കില്ല. എന്തിനേ? അപ്പം നമുക്ക് ചോറ് വെച്ചാലോ? ഞാൻ വണ്ടി വിളിച്ചോണ്ടിരാം. അല്ലെങ്കിൽ മറ്റേ ഹെലികോപ്റ്റർ ഡെലിവറി ചെയ്താലും പോരെ? അതുകൊണ്ട് ഹെലികോപ്റ്റർ ഡെലിവറി ചെയ്യാം. ഒന്നിൻ്റെ സാധനത്തിന് നോക്കട്ടെ. നമ്മൾക്ക് ഏറ്റവും നമുക്ക് ഇത് മണ്ടേ ലാൻഡ് ചെയ്യിപ്പിച്ചാൽ ചിലപ്പോൾ വണ്ടി പൊട്ടിത്തരും. ജീവന് കൊതിയുള്ളവർ മാറി നിൽക്കുമോ പ്ലീസ്?
പൊടിച്ചെറുപ്പിച്ചെൻ്റെ മുന്നേ ഉമ്മാർക്കൊക്കെ ഒന്ന് മര്യാദയ്ക്ക് ലാൻഡ് ചെയ്യിപ്പിച്ചൂടെ. കഞ്ഞി ഞങ്ങൾക്ക് വയറും എല്ലാവരും എടുക്കുക പ്ലീസ്. ഉമ്മാരങ്ങോട്ട് കൊടുക്കുന്നു കേട്ടോ. ഉമ്മാരെങ്ങനെ ഈ പാണ്ടിലോറി എങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്കൊരു സംശയം. ഹെലികോപ്റ്റർ ഡെലിവറി കൊടുത്താൽ മതി. കർണാടകകളും അപ്പം പ്രിയ മനസ്സെത്തിച്ചത് എനിക്കൊരു മൈക്കൊരു നമുക്ക് ഗ്രാൻഡിക്ക് വേണ്ടി മേടിച്ച കാറ് ഞാൻ കാണിച്ചിട്ട് ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കപ്പം കൊണ്ടുവരാം. സുമേഷം മോണേനെ നമ്മളങ്ങോട്ട് പോണേ സാറേ. നമ്മൾ ഒന്ന് എയർപോർട്ടിലേക്ക് പോകുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് പോവാം. എയർപോർട്ട് പോകും പിന്നെ അല്ലെങ്കിൽ വേണ്ട ഗ്രാമത്തിൽ വില്ലേജിൽ പോകും എന്നിട്ട് എയർപോർട്ടിൽ പോകും. അതിൻ്റെ നമ്മുടെ ടൂർ കഴിഞ്ഞു സാറേ. നമ്മുടെ സിറ്റി കുഞ്ഞല്ലേ, നമ്മളെല്ലായിടത്തും പോയില്ല സാറേ. ഇനി വെറൈറ്റി ആയിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരു ദിവസം ടൂറൊക്കെ. എനിക്ക് നാളെ പരീക്ഷ വേണം, ജോലി കിട്ടാറായി. എന്നിട്ട് PSC കോച്ചിങ് കണ്ടോ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണ്ടോ ക്ലീനിങ് എല്ലാം മറ്റേ ജോലി കിട്ടും. സർഫേസ് സർവീസ് അങ്ങനെ ഒരു സർഫേസ് സർവീസ് അങ്ങനെ ഒരു ജോലി അതും കൂടിയാണ്. നമ്മുടെ മാപ്പി കുറേ കാലം ഇത് ഇടുക്കിയല്ലേ, ഇടുക്കിയല്ല ഇടുക്കി, മറ്റേത് ഇടുക്കി, ഇത് ഇടുക്കിയാണ്. ഇപ്പം ഞാൻ പാടിയ വാക്ക് പാട്ടി പാട്ടെ. കർണാടകകളും പൊട്ടിപ്പോകൂട, നിന്റെ ചോത്രമാകൂട, പൊട്ടി ഇല്ലെങ്കിൽ ഞാൻ പൊട്ടിക്കൂടാ. അതൊക്കെ ഒരു വലിയ വിജയോട് ചൊല്ല്, മൂക്കിലെ തീറ്റ് വിജയോട് വിജക്കുന്നത്. അതൊക്കെ ഒരു വില്ല്, അതിനൊരു വില്ല് 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 വില്ലാണ് വില്ല്. അടുത്ത പാട്ട് ഞാൻ പ്ലേ ചെയ്യാം. ആരോ കഥകൾ തട്ടി ഞാനൊന്ന് ഞെട്ടി. ആരാ ഞാനാ? എന്തിനു വന്നു? പാടി ഉറക്കാൻ വന്നു. അയ്യോ ഈ ശബ്ദം എനിക്കറിയാലോ. ഞാൻ അതിലത്തെ സർലയുടെ മോള പുനന്റെ കൊല്ല് എന്തിനാ പോടാൻ വന്നതാ. അരികിൽ ഞാൻ ആ കഥക്ക് തുറന്ന് കരുപിടി നോക്കി മനസ്സ് തളർന്നു. സർലയുടെ മോളെ പൊന്നിന്റെ കല്ല് കാലിഞ്ചടിയുന്ന നിലത്തിറക്കത്. അത് പിന്നെ ചേട്ടാ സൂക്ഷിച്ചു നോക്കാൻ ഞാൻ നിങ്ങളെ ജസ്റ്റ് ആളില്ല കേട്ടോ. ഞാൻ ഇവര് പോയപ്പോ ചുമ്മാ കയറിയതാ. എനിക്ക് പാലകൾ മൂത്തില്ലേ, എനിക്ക് കാശുകൾ മൂത്തില്ല. നിനക്ക് അത്ര കാശാണെങ്കിൽ ഞാൻ നിന്നെ കൊന്നോലടി പുണ്ടച്ചി മോളെ. ഓ തോമ 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 ആട് തോമ ആട് തോമ ആട് തോമ കോൾ സ്പോട്ടർ ബൈ ആട് തോമ. ആടിൻ്റെ നെഞ്ചിൽ ചോര ഊറ്റി കുടിക്കുന്ന അതാണ് എൻ്റെ ജീവൻ്റെ ബിംബിളത്തെ രഹസ്യം. ആട് തോമേൻ്റെ പാട്ട് കേട്ടപ്പോഴൊരു കാര്യം ഓർമ്മയില്ല. ഈവണെ നിന്റെ കൈക്ക് എങ്ങനെയുണ്ട്? ആടിൻ്റെ കാര്യം കയറി ചവിട്ടിട്ട് ആട് കുണ്ടി കുത്താസൊക്കെ ഇട്ട് കൈക്ക് പറ്റിയത്. അവിടെ പൊട്ടി അതൊക്കെ കൊടിച്ചോ. നീ നാട്ടുകാർ നാട്ടിക്കൊല്ലം മയില്. സാറേ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് വേണോ പോണോ? ഇവിടെ വലുതായിട്ടൊന്നും ഫണ്ണായിട്ടൊന്നുമില്ല, നമ്മൾ പോയിട്ടുള്ളതല്ലേ. ഈ വില്ലേജിലെ രണ്ടാമത്തെ പണിയായിരുന്നു. ഈ വില്ലേജ് മൊത്തം എനിക്ക് പണി തൊട്ടിട്ട് തുടച്ചു വരിക ഞാൻ. എൻ്റെ മുന്നേ എനിക്കതുകൊണ്ട് ഈ വില്ലേജ് ഇഷ്ടമില്ല. പിന്നെ വലിയ കാര്യത്തിന് സാധനവുമില്ല. നമുക്ക് വേണമെങ്കിൽ വണ്ടി ഇങ്ങോട്ട് ഇട്ടാം. സന്തോഷമാണ് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. സാറിനോടല്ലേ പച്ച മലയെടുത്ത് പറഞ്ഞു ഇവിടെ ഒന്നുമില്ലെന്ന്. നമുക്ക് ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോകും. കണ്ട ഇവിടെ സത്യം പറഞ്ഞാൽ എന്താണ്ട് സോംബി അറ്റംപ്റ്റോ അങ്ങനെ കണ്ടൊരു സാധനം തന്നെയാണ്. ഞാൻ ഇവിടെ നിന്ന് ജോലി വിട്ടിട്ട് പോയതും അപ്പോഴേക്ക് സോംബി അറ്റംപ്റ്റ്സ് തന്നെ. അവൻ്റെ അവസാനം ഇവിടെ വയറ് ചുടിച്ച് ഭയങ്കര സീനായി കിടക്കുമായിരുന്നു. എൻ്റെ അവസാനം ഒരു വൈറസിന് മരുന്നുകൊണ്ട് പിടിച്ചു. പക്ഷെ അത് ഭയങ്കര സീനായിരുന്നു. അന്ന് ഭയങ്കര ഇതായിരുന്നു. ഇങ്ങനെ അതെന്ത് അവൻ ഫാൽത്തു ജലാൽത്തു അങ്ങോട്ട്. ഇനി നമുക്ക് 19 മിനിറ്റ് ഉള്ളൂ. ഞാനൊന്ന് ടൈം നിർത്തും. അല്ലെങ്കിൽ കഴിച്ച് നമ്മൾ ഇവിടെ പോകില്ല, നമ്മൾ ഡയറക്റ്റ് വീട്ടിലേക്ക് പോകാം. എല്ലാവരും വരി വെച്ച് ഇവിടെ നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് ഗ്രാൻഡ് മീൻ്റെ ബൈക്ക് വന്നു.
ഗ്രാൻഡ് വീട്ടിലുണ്ട്. അപ്പം കടലക്കറിയും വെക്കാന്ന് പറഞ്ഞു. നമുക്ക് എന്താ ഇത് തുറക്കാൻ മടിയാണ്. ഇത് കേട്ടോ ആ വണ്ടി എന്ത് ചെയ്യും അടിപൊളി. ഗ്രാൻഡ് മമ്മച്ചി വണ്ടി ഏതോ ചെറ്റ എടുത്തോണ്ടി. അമ്മച്ചിക്കൊന്ന് സൂക്ഷിച്ചു പറയണം. എനിക്ക് പയറും കഞ്ഞി കേട്ടോ. ഞാൻ മോഡിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ കാണിച്ചു തരാം.